നമസ്കാരം. പ്രധാന വാർത്തകൾ. BLOമാർക്ക് ആശ്വാസം. SIR സമയപരിധി നീട്ടി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികളിൽ സമയപരിധി നീട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളം അടക്കമുള്ള 12 സംസ്ഥാനങ്ങളിലെ സമയപരിധിയാണ് നീട്ടിയത്. പുതിയ ഉത്തരവ് പ്രകാരം ഡിസംബർ 11 വരെ ഫോം വിതരണം ചെയ്യാം. ഡിസംബർ 16-നായിരിക്കും കരട് പട്ടിക പ്രസിദ്ധീകരിക്കുക. അന്തിമ പട്ടിക ഫെബ്രുവരി 14-നായിരിക്കും പുറത്തിറക്കുക. ഇത് സംബന്ധിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച ഉത്തരവാണ് പുറത്തുവന്നത്. കസ്റ്റഡിയിലെടുത്ത യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചു. ഡിവൈഎസ്പി ഉമേഷിന് സസ്പെൻഷൻ. SP-യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. CIയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചത്. ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കുന്ന യുവതി നൽകിയ മൊഴിയും നടപടിക്ക് കാരണമായി. കഴിഞ്ഞ ദിവസം ഉമേഷ് അവധിയിൽ പ്രവേശിച്ചിരുന്നു. നാദാപുരം കൺട്രോൾ ഡിവൈഎസ്പിക്കാണ് പകരം ചുമതല. വടക്കാഞ്ചേരി CI ആയിരുന്നപ്പോൾ അനാശാസ്യ കേസിൽ കസ്റ്റഡിയിലെടുത്ത സ്ത്രീയെ പീഡിപ്പിച്ച് കേസെടുക്കാതെ വിട്ടയച്ചുവെന്നാണ് ഉമേഷിനെതിരായ അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. മരം മുറിക്കുന്നതിനിടയിൽ യന്ത്രം വാൾ കഴുത്തിൽ പതിച്ച വയോധികന് ദാരുണാന്ത്യം. പേരാമ്പ്ര ചെറുവണ്ണൂർ സ്വദേശി അരവിൻചായിൽ ജോയിയാണ് മരിച്ചത്. 78 വയസ്സായിരുന്നു. മുറിച്ചിട്ട മരം വിറകാക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. കക്കറമുക്കിനകത്ത് കോളത്തുപറമ്പിൽ മുറിച്ചിട്ട മരം വിറകിനായി ചെറിയ കഷ്ണങ്ങളാക്കുകയായിരുന്നു. ഇതിനിടയിൽ വാൾ പൊട്ടുകയും ജോയിയുടെ കഴുത്തിലേക്ക് തെറിക്കുകയും ചെയ്തു. ഓടിക്കൂട്ടിയവർ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്തം വാർന്ന് മരണം സംഭവിക്കുകയായിരുന്നു. രാഹുലിനെതിരായ പരാതി. യുവതിക്കെതിരെ സൈബർ ആക്രമണത്തിന് ആഹ്വാനം ചെയ്ത KPCC ഡിജിറ്റൽ മീഡിയ സെൽ അംഗങ്ങൾ യുവതിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിർദ്ദേശം നൽകി. ഭയമില്ലാത്തവർ ഇതുപോലെ പോസ്റ്റ് ചെയ്യണമെന്നാണ് ഫോട്ടോ സഹിതം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ച് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ആ ആഹ്വാനത്തിന് പിന്നാലെയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി യുവതിയുടെ ഫോട്ടോയും വീഡിയോയും പ്രത്യക്ഷപ്പെട്ടത്. അതേസമയം സൈബർ ആക്രമണത്തിനെതിരെ യുവതി പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ പോലീസ് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. കെട്ടിടത്തിൽ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവം. കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കണ്ണൂർ തലശ്ശേരിയിൽ പണിതീരാത്ത കെട്ടിടത്തിൽ സ്ത്രീയുടെ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ തമിഴ്നാട് സ്വദേശിയായ പെരിയസ്വാമിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. മദ്യപാനത്തെ ചൊല്ലിയുള്ള തർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. മദ്യലഹരിയിൽ ഭാര്യയെ മർദ്ദിച്ചു കുഴിയിൽ തള്ളിയിട്ടെന്നും ശേഷം കല്ലെടുത്തിട്ടെന്നുമാണ് പ്രതി അമ്പരായത്തിന്റെ മൊഴി. അസ്ഥികൂടം തമിഴ്നാട് സ്വദേശിനി ധനകോടിയുടേതെന്ന് സ്ഥിരീകരിക്കാൻ DNA പരിശോധന നടത്തും. പോലീസ് മക്കളുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്.